ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി നാളെ വിധി പറയാൻ പോവുകയാണ്. കട്ടിളപ്പാളി കേസിലെ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി. രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. രാഹുൽ, ഇന്ന് വിധി പ്രസ്താവം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നാളെ വിധി പറയാൻ പോകുന്നു. സ്വാഭാവിക ജാമ്യം ലഭിക്കും എന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടല്ലോ. വിവരങ്ങൾ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സ്വാഭാവിക ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് നിലവിൽ അതിനുള്ള സാധ്യതകളാണുള്ളത്. കാരണം ഇന്ന് വൈകുന്നേരം ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യ ഹർജിയിൽ വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. എന്നാൽ അത് നാളെ ഉണ്ടാകും എന്നാണ് നിലവിൽ അറിയിക്കുന്നത്. കാരണം ഇന്ന് വിശദമായ വാദം കേട്ടു ജാമ്യ ഹർജിയിൽ. പ്രോസിക്യൂഷൻ ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെടുമ്പോഴും പ്രതിസന്ധിയായി നിൽക്കുന്നത് കുറ്റപത്രം പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ്. നിലവിൽ മുഖ്യപ്രതിയാണ്, ഒന്നാം പ്രതിയാണ്. മുഖ്യപ്രതി പുറത്തു പോകുമ്പോൾ അന്വേഷണത്തിന്റെ തന്നെ ആ ഒരു ഗതി അല്ലെങ്കിൽ വിശ്വാസ്യത ഇല്ലാതാകും. മറ്റൊന്ന്, വലിയ സ്വാധീന ശക്തിയുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ അത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. തുടങ്ങിയ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചെങ്കിൽ പോലും ഈ സ്വാഭാവികമായ ജാമ്യം 90 ദിവസത്തിന് ശേഷം ലഭിക്കേണ്ടതായുണ്ട്. കാരണം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് 90 ദിവസം റിമാൻഡിലായിരുന്നു. അതുകൊണ്ട് സ്വാഭാവിക നീതി ലഭിക്കണമെന്നാണ് പ്രതിഭാഗവും പറഞ്ഞത്. എന്തായാലും കുറ്റപത്രം സമർപ്പിക്കാത്ത ഈ സാഹചര്യത്തിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അതിനോടൊപ്പം തന്നെ ഇന്ന് വിധി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. നാളെ ആ വിധിയിലേക്ക് കടക്കും എന്നാണ് പറയുന്നത്. ഇന്നെന്തായാലും രാവിലെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. രാവിലെ 10 മണിയോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിയിരുന്നു. വിശദമായ വാദമാണ് ജാമ്യ ഹർജിയിൽ കേട്ടത്. നിലവിൽ ആദ്യ കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു. ദ്വാരപാലക ശില്പ കേസിലാണ് ആദ്യം ജാമ്യം ലഭിച്ചത്. നിലവിൽ എന്തായാലും കട്ടിളപ്പാളി കേസിലാണ് ഇപ്പോൾ എന്തായാലും ഈ വിശദമായ വാദം ജാമ്യ ഹർജിയിൽ കേട്ടത്. നാളെ എന്തായാലും അതിൽ വിധി വരുമ്പോൾ അങ്ങനെ മുഖ്യപ്രതി കൂടി പുറത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് വലിയ വിവാദങ്ങൾ ഇതിന് പിന്നാലെ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. നിലവിൽ പ്രതിപക്ഷം ഇത് വലിയ വിവാദ വിഷയമാക്കി എടുത്തിട്ടുണ്ട്. ഒപ്പം കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന ആവശ്യമൊക്കെ ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കാത്ത ഘട്ടത്തിൽ ഇത്തരത്തിൽ പ്രതികൾ 3 പേർ ഇതുവരെ ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം നേടി പോയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി പോകുമ്പോൾ പിന്നീട് ഈ അന്വേഷണത്തിന്റെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഗതി എത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ചോദ്യം അത് വലിയ ചോദ്യം